ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനും ഉമ്മയും ഐശുട്ടിയും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ്. പോണത് ഇവിടുത്തെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ്. ഓൽക്ക് പുതിയ വീടുണ്ടാക്കി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. 19-ാം തീയതി മക്കളെ കല്യാണം ആയതുകൊണ്ട് കുടിരിക്കലൊന്നും അവരുണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ പിന്നെ വീട് കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകേണ്ടി കരുതിയിട്ട് കുറച്ച് പാത്രങ്ങൾ വാങ്ങാമെന്ന് കരുതി. കുഞ്ഞാമ്മ പറഞ്ഞിരുന്നു കേട്ടോ, ഒന്നും കൊണ്ടുവരണ്ട പറഞ്ഞിരുന്നു. എന്നാലും ഞങ്ങൾ വാങ്ങിയതാണ്. ഞങ്ങൾ വാങ്ങിയത് നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് പാത്രങ്ങളാണ്. ഒരു കടായി, പിന്നെ ഒരു ദോശച്ചട്ടി, പിന്നെ ഈ ഒരു ചട്ടിയും കൂടിയാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ 3 നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് വാങ്ങിയത്. അങ്ങനെ എല്ലാം പാക്കറ്റിലൊക്കെ ആക്കി പൊതിഞ്ഞൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വീടൊക്കെ നല്ല അടിപൊളി വീടാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അങ്ങനെ വീട്ടിലേക്കൊക്കെ കയറിയിട്ട് കുഞ്ഞാമ്മ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീടൊക്കെ ഒന്ന് ശരിക്കും കാണാൻ പോയി. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറിയാൽ ഒരു വലിയൊരു ഹാളാണ്. വലുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാള്. അതിൻ്റെ 2 ഭാഗത്തായിട്ടാണ് ഒറ്റ സോഫയാണ് കേട്ടോ. അത് 3 ഇരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ 2 സോഫ വെച്ചിട്ടുണ്ട്. ഈ ഹാളിൻ്റെ തന്നെ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മൂലക്കായിട്ട് വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ വലിയൊരു കണ്ണാടി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മൂലക്കായിട്ട് വലിയൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. താഴത്ത് 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡാണ്. ആദ്യത്തെ ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൽ കുറച്ചും കൂടി പണിയുണ്ട്. ഷോക്കേസ് ഒന്നും വെച്ചിട്ടില്ല. രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഇതും ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുക്കും കടക്കയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. ഈ 2 ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുക്കളയാണ് കേട്ടോ വരുന്നത്. ഇവിടെ അടുക്കള ആയിട്ടല്ല, ഇവിടെ ഒന്നുമില്ല. അടുപ്പും കാര്യങ്ങളൊന്നും ഇവിടെ അല്ല. അടുപ്പും കാര്യങ്ങളും ഗ്യാസും എല്ലാം ഇവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വർക്ക് ഏരിയ ആയിട്ട് കുറച്ച് വലുതാക്കി അങ്ങോട്ട് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് മുകളിലേക്കാണ് കേട്ടോ പോണത്. മുകളിലത്തെ സ്റ്റെപ്പൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെയും തന്നെ ചെന്ന് കയറുമ്പോൾ അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ്. മുകളിലും തന്നെ 2 ബെഡ്റൂം തന്നെയാണ് ഉള്ളത്. 2 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡാണ്. ആദ്യത്തെ ഒരു ബെഡ്റൂമാണിത്. മുകളിലത്തെ ഒരു ബെഡ്റൂമിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. മുകളിൽ മെയിൻ വാതിൽ തുറന്നാൽ നല്ലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. വൈകുന്നേരമൊക്കെ ഇങ്ങനെ വെറുതെ സംസാരിച്ചൊക്കെ ഇരിക്കാനൊക്കെ പറ്റണ നല്ലൊരു ബാൽക്കണി. അപ്പോൾ ഇതാണ് കേട്ടോ ആ ബാൽക്കണി. ഈ ബാൽക്കണി എനിക്ക് നല്ല പോലെ ഇഷ്ടമായി. മറ്റേ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇറക്കിയെടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ താഴത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ കുഞ്ഞമ്മ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.